ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും പാടെ ഹാളിൽ പായൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ കിടക്കല്. നല്ല ചൂടായതുകൊണ്ട് ഇപ്പോൾ ആർക്കും കട്ടിലും കിടക്കൊന്നും വേണ്ട. ഇവിടെ വലിയ ജസ്റ്റ് ഒരു പായ വിരിക്കുക. എല്ലാവരും എങ്ങനെയുണ്ടോ കിടക്കല്. അപ്പോൾ മക്കളൊക്കെ എണീച്ച് ഞങ്ങളെല്ലാവരും ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇന്നിപ്പോ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ വന്നപ്പോ മുതല് പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് പോകണം. അതാണ് ഉമ്മാക്കൊരു സമാധാനം കേട്ടോ. അപ്പം ഒന്നും ഉണ്ടാക്കിയില്ല. വന്നിട്ട് 2-3 ദിവസമായി. പിന്നെ നാളെ ഞങ്ങൾ പോവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ പറഞ്ഞ ഉമ്മാക്കൊരു ഇടങ്ങേറ്. എന്നാ പിന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ബിരിയാണിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഉമ്മ അവിടെ തൊലി കളഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ നിന്നുള്ള ഈ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ കമന്റ്സ് കണ്ടപ്പോൾ എനിക്കും തന്നെ സന്തോഷമായി കേട്ടോ. ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് ചിലർക്ക് ഒക്കെ വ്യൂ വളരെ കുറവാണ് കേട്ടോ. കാരണം ഡെയിലി ഇടുന്നതുകൊണ്ട് പിന്നെ എല്ലാവരും ഇപ്പോൾ തിരക്കിലൊക്കെ ആയിട്ടായിരിക്കാം വ്യൂ ഒക്കെ കുറവാണ്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ട് ഡെയിലി അടുപ്പിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുകൊണ്ടുള്ള ഇതാണോ എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ എത്ര ദിവസം ഞാൻ ഡെയിലി അടുപ്പിച്ച് വീഡിയോ ഇടും അതും എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഒരു നല്ലൊരു എനർജിയിൽ അങ്ങനെ ഡെയിലി വീഡിയോ ഇട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മക്കളവിടെ ബിസ്ക്കറ്റും ചായയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓല് രണ്ടാളും ചപ്പാത്തിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ചപ്പാത്തി കേട്ടോ. അപ്പോൾ അത് ഓല് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഓല് ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കണം കേട്ടോ. ബിരിയാണിക്കുള്ള എല്ലാ സാധന സാമഗ്രികളൊന്നും ഇല്ല. പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഒപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മാത്രമല്ലേ. അപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോട് ഉമ്മാന്റെ കട്ടിംഗ് ബോർഡാണ് ഇത് കേട്ടോ. ഒരു മരത്തിന്റെ ഒരു കഷണം. അതാണ് ഉമ്മാന്റെ കട്ടിംഗ് ബോർഡ് കേട്ടോ. ഇമ്മ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് പരിഷ്കാരികളൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും കയ്യുമ്പൊന്നും അറിയാൻ പറ്റൂലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇത്. ഉമ്മ വല്ലാണ്ടൊന്നും ഇതൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ. എന്റെ തനിക്കുട്ടം കണ്ടങ്ങള് അതിന്റെ ഇടയിൽ കൂടെ സവാള എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ സവാളയൊക്കെ എടുത്ത് കഴിക്കൂട്ടോ. ചെറുപ്പത്തിലല്ല സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു പ്രായത്തിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി ഈ സവാള കഴിക്കുമ്പോൾ വായന സ്മെല്ല് കുറേ നേരത്തിന് പോകൂല എന്നുള്ള. അന്നത്തെ ഒരു ദിവസം മൊത്തം ആ ഒരു സ്മെല്ല് ഇങ്ങനെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ സവാള അങ്ങനെ പച്ചക്ക് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ കഴിക്കും. ഇനി സവാള വെറുതെ പച്ചക്ക് ഇങ്ങനെ കഴിക്കും. അപ്പൊ ഇപ്പൊ സെനിക്കുട്ടൻ അതേപോലെയാണ് ചെറുപ്പത്തിലൊക്കെ കേട്ടോ. ഇനി വലിയതാകുമ്പോ ചിലപ്പോ ഓനും മാറ്റിക്കോളും. പിന്നെ എന്തും അടുപ്പത്ത് ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അപ്പൊ പിന്നെ നമ്മള് ബിരിയാണിയും അടുപ്പത്ത് തന്നെ ആക്കാന്ന് വിചാരിച്ചു. പിന്നെ നല്ല കത്തണ വിറക് അതൊക്കെ നമ്മ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചെന്ന് കേട്ടോ. അപ്പൊ പിന്നെ അതെടുത്ത് അങ്ങനെ കത്തിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മളെ മസാലക്കില്ലേ ഒരുക്കാണ് കേട്ടോ. അപ്പൊ ചിക്കനെ ഞാൻ ഫ്രൈ ആക്കിയിട്ടും ഒന്നുമില്ല. ഒക്കെ ഒന്നിച്ചിട്ടിട്ട് ഒരൊറ്റ വെപ്പ്. ഒന്നിച്ചിട്ടിട്ട് അങ്ങനെയല്ല, ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിക്ക് പിന്നെ നമ്മളെ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു ഇത്തിരി നെയ്യ് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയ്ക്ക് ഒരു ഇച്ചിരി നെയ്യ് ചേർക്കുമ്പോൾ ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഓൾറെഡി നമ്മൾ ചോറിലൊക്കെ നെയ്യ് ഒഴിക്കും. എന്നാലും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് സവോള നല്ല പോലെ വയറ്റി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒരു ഫ്രൈ ആകാൻ പോണ ആ സ്റ്റേജില്ലേ. ഇനി ഫ്രൈ ആക്കി എടുത്താലും കുഴപ്പമില്ല. ഫ്രൈ ആക്കി എടുക്കുമ്പോഴും നല്ല ടേസ്റ്റി കേട്ടോ. ഈ നല്ല പോലെ വഴലാതെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ എൻ്റെ അമ്മമ്മ പറയും സവോളയൊന്നും ചത്തിട്ടില്ല എന്നുള്ളത് കേട്ടോ. സവോളയൊക്കെ ചാകാതെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ആ ഉള്ളി അതുപോലെ കിടക്കുമല്ലോ പിന്നീട് ഇതാക്കുമ്പോൾ. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി ഇതേപോലെ ഒരു ഇത്തിരി കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാലോ സവോള ഫ്രൈ ഇട്ടിട്ടുണ്ടാക്കണേ. അപ്പോൾ ഞാനിതാ ഏകദേശം ആ ഒരു സ്റ്റേജ് ആയപ്പോൾ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് പിന്നെ കുറച്ച് മസാലകൾ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ കുറച്ച് എരും ചൊടിയും പുളിയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളകുമാണ് കേട്ടോ ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. പച്ചമുളക് ഉണ്ടായിരുന്നില്ല, ചുമന്ന മുളക് ഉണ്ടായിരുന്നത്. അതാണ് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനൊക്കെ ഒരു ചുമന്ന കളറ് കണ്ടു കേട്ടങ്ങൾ. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് തൈരൊക്കെ ചേർത്ത്, തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നാരങ്ങ വിനാഗിരി ഒന്നും ചേർത്തിട്ടൊന്നുമില്ല ഞാൻ. അതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഉപ്പൊക്കെ ഒന്ന് പാകം കൊടുത്ത് നമ്മൾ ചിക്കനും ഒന്നിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞത് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഇതാക്കിയിരിക്കാൻ കേട്ടോ. പിന്നെ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ബസ്സൊക്കെ കയറി പോകണം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് മാത്രമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ
ഒരു തട്ടിക്കൂട്ടൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. വലിയ തട്ടിക്കൂട്ടൊന്നുമല്ല, ഉള്ളത് അത്യാവശ്യം നല്ല മട്ടത്തിന് ഒന്നോ രണ്ടോ സാധനങ്ങൾക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇല്ലാതെ ആയി എന്നുള്ളതേ ഉള്ളൂ. മല്ലിച്ചപ്പ് പുതിന കിട്ടിയില്ല, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇല്ലാത്ത കേടൊന്നും ഉണ്ടായില്ല. നമ്മൾ ചിക്കൻ ഞാൻ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കുട്ടികൾ അവിടെ ഭയങ്കര ഒച്ചയും ബഹളം. അപ്പം ഞാനൊന്ന് വന്ന് നോക്കിയതാണ് എന്താ അവിടെ പരിപാടി എന്നറിയാൻ. ശരിക്കും പിടിച്ചാ മാറി വെല്ലെ വെല്ലെ വലിച്ചാ മതി വെല്ലെ. മോള് പാളയിൽ വെച്ചിട്ട് സെനിക്കുട്ടനെ അങ്ങനെ പിടിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇറക്കാണേ. അപ്പൊ ആ ഇറക്കത്തിൽ ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകാനും ഇറക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ എനിക്ക് നല്ല ബേജാറുണ്ടായിരുന്നു, അഥവാ അത് വീണ് വീയോ എന്നൊക്കെ ഉള്ളൊരു പേടി. പിന്നെ ഇപ്പൊ എല്ലാതും മക്കളെ എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. അതുപോലെ അവിടെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കണ്ണും കാലൊക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട്. പിന്നെ ക്ലീനിങ് ഇന്നും ഇമ്മ ഏറ്റെടുത്തിക്കണ്. ബിരിയാണി ഇജ് ചെയ്തോ, ഞാൻ ബാക്കിയൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മസാലക്കുള്ള ചിക്കനെ കുറച്ചൊന്ന് വേവിച്ചിട്ട് ഞാൻ മാറ്റി ചെയ്യുന്നു കേട്ടോ. ഇതിപ്പോൾ കുറേ സമയത്ത് വേവിച്ചാൽ ദമ്മിലും കൂടി കിടക്കുമ്പോഴത്തേന് വെന്തതാവും കേട്ടോ. പിന്നാലും ഇത് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു, കാരണം ചെറിയ പീസുകളായിരുന്നു. അപ്പം ഞാൻ പിന്നെ ചിക്കന് വാങ്ങിച്ച് ചോറ് തിളപ്പിച്ചൂറ്റി വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മസാലകളും ഉപ്പും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഞാൻ വലിയ ഗ്യാസ് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഇല എന്താ പറയുക, രമ്പയില എന്നാണ് തോന്നുന്നത് കേട്ടോ. ആ സാധനമാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു കളിയൊക്കെ പാസ്സാക്കിയിട്ട് പിന്നെ കുട്ടികൾ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾക്ക് കഞ്ഞി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇമ്മ അവിടെ. അപ്പൊ ആ സമയം ആയപ്പോൾ തന്നെ നമ്മളെ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ടേ. അപ്പൊ ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ട് ബിരിയാണി ദമ്മിടാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് വന്നപ്പോൾ ഇവിടെ നല്ല കച്ചറ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഗതി എന്താന്ന് വെച്ചാൽ അസലിക്കുട്ടൻ്റെതാണ് ഇമ്മമ്മ. അപ്പം ഓന് മാത്രം മടിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിയമോള് വെറുതെ ഓൻ്റെ മടിയിൽ ഇമ്മാൻ്റെ മടിയിൽ കയറി വരുന്നതാണ് കേട്ടോ. അതിനാണ് അസലിക്കുട്ടൻ ഇളകിയത് കേട്ടോ. അപ്പോൾ ഓന് കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയാണ് അത് കേട്ടോ. ഇമ്മ മടിയിൽ കുടിച്ച് വെച്ച് നിൽക്കണേ. അപ്പോൾ കഞ്ഞിക്ക് തൊള്ളാട്ടണില്ല. അപ്പം എൻ്റെ അമ്മമ്മയാണ് പറഞ്ഞിട്ട് നിയമോള് മടിയിൽ കയറി ഇരിക്കുമ്പോൾ അപ്പം ഓള് ഇരിക്കണീന് പേടിച്ചിട്ട് വേഗം കഞ്ഞിക്ക് തൊള്ളയൊക്കെ കാട്ടി തരുന്നുണ്ട് കേട്ടോ അവന്. ഇവിടെ ഇടയ്ക്ക് അസൽക്കുട്ടനും സൈനിക്കുട്ടനും ഒക്കെ ഉള്ള പരിപാടി അതാണ് കേട്ടോ. എൻ്റെ മമ്മീന്ന് പറഞ്ഞിട്ട് മടിയിൽ കയറിയിരിക്കുക. അപ്പൊ അടുത്ത ആള് അവിടെ കിടന്ന് നൽകും. അങ്ങനെ ഉച്ചമുളയൊക്കെ ഇട്ട് എന്തായാലും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. സൈനിക്കുട്ടൻ്റെ പിന്നെ തെറ്റിന്നെ ചെയ്തു കേട്ടോ. അസൽക്കുട്ടൻ്റെ മടിയിൽ വെച്ചത് ഓന് പറ്റിയിരുന്നല്ല, അതിൽ ഓൻ തെറ്റി പോയി കഞ്ഞി കുടിച്ചിട്ടുണ്ടായില്ല. ഓന് പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിനി കേട്ടോ. ഓലെ തമാശയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്ന പോലെ തന്നെ ഇന്റെ ചോറ് ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ടേനോ. അപ്പൊ ഞാനിനി അത് കുറ്റി മാറ്റി കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ദമ്മിടാം. ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങന്നേനു കേട്ടോ. ഒരു 3-4 മണിക്കൂർ പോണ വജ്ജ അറിയില്ലേനും. പിന്നെ നമ്മളൊന്ന് പഠിച്ച് എക്സ്പേർട്ടായി വരുമ്പോഴാണല്ലോ ഏത് കാര്യത്തിലും നമ്മളതിലൊരു മാസ്റ്റർ പീസായി മാറില്ലേ. അങ്ങനെ ആ ചെമ്പട്ടി ഉണ്ടല്ലോ, ചോറ് വെച്ച ആ ചെമ്പട്ടി തന്നെയാണ് ദമ്മിടാനും പോണത്. അപ്പൊ അതിൻ്റെ അടിയിലേക്ക് ആദ്യം മസാല ചേർത്ത് എടുത്തിട്ട് ഞാൻ അടിയിൽ നെയ്യും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. മസാലയിൽ ഒരു ഇത്തിരി വെള്ളം ഉണ്ട്, അത് ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് ആ ഗ്രേവി എടുക്കാൻ തന്നെ അങ്ങനെ. പിന്നെ നമ്മൾ ചോറിലൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നോളും. പിന്നെ ഇടയിലിടാൻ ഞാൻ പറയില്ല മല്ലിച്ചപ്പും പുതിനൊന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെ സവാളയും കുറച്ച് കുറവേനി കേട്ടോ. ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാനുള്ള സവാള ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതാ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഇങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗരം മസാലയും പിന്നെ നമ്മൾ ആ രമ്പയിലല്ലേ, രമ്പയിലാന്ന് തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതിന് പേര് എനിക്കറിയില്ല. ആദ്യമൊക്കെ നമ്മളെ പെരിയിലുണ്ടായിരുന്നു, അന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മളെ പെരിയിലില്ല, അതുകൊണ്ട് ആളെ ഞാൻ മറന്നു പോയിക്കണം കേട്ടോ. പിന്നെ ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ കലക്കി പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയത് കുറച്ച് ചേർത്ത് വെക്കുന്നുണ്ട്. നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ.
സവോള പിന്നെ ഫ്രൈ ചെയ്ത് മുകളിലിടാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളൂ. ബാക്കി തൈരിക്ക് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തൈര് ഇവിടെ മസ്റ്റാണ്. നമ്മൾ ഫ്രൈ ചെയ്ത സവോള ഉണ്ടെങ്കിലും വേണ്ടില്ല, തൈര് നമുക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാനിത് ദമ്മ് ഇട്ടെടുക്കാണ് കേട്ടോ. ദമ്മിടുന്നതും അടുപ്പത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെമ്പട്ടീൻ്റെ അടപ്പ് പിന്നെ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ചെമ്പട്ടീൻ്റെ അടപ്പ്. ഇമ്മ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടപ്പ് അതല്ല വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ എടുത്താണ് തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അതിന് മുകളിൽ വെയിറ്റൊക്കെ വെച്ച് പിന്നെ ഞാനൊരു പിടി ഓലപ്പൊടിയൊക്കെ കത്തിച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് പിന്നെ ആ ദമ്മിൽ അങ്ങനെ കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ദമ്മിടലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുക്കിംഗ് പരിപാടി അവസാനിപ്പിച്ചിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങൾ കുറച്ച് ഉള്ളതിനിടെ കേൾക്കാനുണ്ടായിരുന്നത്. ബാക്കി ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ അവിടെ പെരക്കട് ഒരു ഇത്തിരി നേരം സവാള വഴറ്റുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോൾ മസാല വേവിക്കാനൊക്കെ ഉള്ള സമയം കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ മൂറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പണികളൊന്നും എനിക്ക് നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മ ബാക്കി അടിച്ചു വരലും തുറക്കലും അതേപോലെ തന്നെ കുട്ടികളെ നോക്കലും ഒക്കെ ഉമ്മ നടത്തുന്നുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് തിരിയേണ്ട പണികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി. അതുകൊണ്ട് പിന്നെ എൻ്റെ പണികളൊക്കെ ഇങ്ങനെ അങ്ങനെ സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിന്. അപ്പം ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചാൽ എൻ്റെ പണികളും കഴിഞ്ഞു. ബാക്കി തുടക്കാനുള്ളതും എല്ലാം ഇമ്മ തീർത്തിട്ടുണ്ട് കേട്ടോ. മക്കള് ഊഞ്ഞാലാടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇമ്മ പിന്നെ ഇന്നലെ 2 ഊഞ്ഞാലൊക്കെ കെട്ടിയത് ഞാൻ ഇങ്ങക്ക് കാണിച്ചു തന്നില്ലേ. പിന്നെ അജുവിനാണ് ഭയങ്കര പ്രശ്നം. ഓന് പോകല്ലേ പോകല്ലേ, ഓന് ഇവിടെ കളിക്കാൻ ആരുമില്ല, പോകല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അജു എന്തായാലും വന്നില്ല, ഇനി ഇന്നൊരു ദിവസം കൂടി നിന്നാൽ നാളെ പോകട്ടെ ഞങ്ങള്, കാരണം മറ്റന്നാ മദ്രസ തുറക്കും. അപ്പൊ അതുകൊണ്ട് നാളെ വരിക്ക് പോവുകയും ചെയ്യും. നമ്മൾ പോരിന്റെ അന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് എന്റെ പേരെ വിട്ട് പോകുമ്പോൾ ഒരു സങ്കടമാണ് എന്നുള്ളത്. അത് ഇവിടെ വന്ന് ഒരു 4-5 ദിവസമൊക്കെ നിൽക്കുമ്പോൾ തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് ഉമ്മാനത്ത് കുറച്ച് ദിവസം നിന്നുകൊണ്ട് പോകുമ്പോൾ അപ്പോഴും അങ്ങനെയാണ്. പോകാനൊരു ഒരു മടിയും ഒരു സങ്കടവും ഒരിടങ്ങേറും ഒക്കെയാണ്. പിന്നെ ഞാൻ മസാലന്റെ ചട്ടി ഉണ്ടല്ലോ അത് ഈ കിടന്നതിന് മുന്നേ ഒരിത്തിരി ഞാനിതിൽ മാറ്റി വെച്ചിട്ടുണ്ടേനെ. ഈ മസാലയ്ക്ക് രാവിലത്തെ എന്തെങ്കിലുമൊക്കെ കടികൾ ബാക്കിയുള്ളത് കൂട്ടി തിന്നാൻ ഭയങ്കര രസമാണ് കേട്ടോ, ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ രാവിലത്തെ ഒരു ഇത്തിരി കരിഞ്ഞ ചപ്പാത്തിനെ അതാർക്കും വേണ്ടാതെ എടുത്ത് വെച്ചിട്ടുണ്ടോ. ഒരു ചപ്പാത്തി 1.5 ചപ്പാത്തിക്കേ ബാക്കിയുള്ളതിന് അത് ഞാൻ എന്ത് ചെയ്തു ഈ മസാലയിൽ മുക്കിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലന്റെ ഗ്രേവി ഉണ്ടല്ലോ അത് മാറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലോ. കുഞ്ഞുട്ടിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് മസാലന്റെ ഗ്രേവിയിലൊക്കെ മുക്കി കഴിക്കണത്. അത് മൂപ്പരത് കണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം പോയിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരും. അപ്പൊ ഞാൻ ഉറങ്ങി എണീച്ച് വന്നപ്പോൾ തന്നെ ഇമ്മ ബിരിയാണിന്റെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ പൊട്ടിച്ച് പകുതി ആയ സമയത്താണ് ഞാൻ വന്നിട്ട് പിന്നെ ബാക്കി വീഡിയോ ഒക്കെ എടുക്കണത് കേട്ടോ. അപ്പൊ നമ്മളെ ചട്ടി ഇങ്ങനെ പൊള്ള ചട്ടി ആയതുകൊണ്ട് ഒരിത്തിരി അടി പിടിച്ചു, പക്ഷെ എന്നാലും വലിയ അടി പിടിച്ചു എന്നൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാണ് ഭയങ്കര അടിപൊളി ബിരിയാണിനും. ഇഞ്ഞ പുകയ്ത്താൻ പിന്നെ ഞാനല്ലാതെ പിന്നെ ആരാ പുകയ്ത്ത? അല്ലേലും നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യം നന്നു എന്ന് പറയണ്ടേ, അപ്പോഴല്ലേ മറ്റുള്ളവർക്കും അത് നന്നു എന്ന് പറയാൻ തോന്നുള്ളൂ. അടിപൊളി ബിരിയാണി ഞങ്ങൾ 2 നേരം മൃഷ്ടാനം കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ബിരിയാണി. അതിന് കണ്ടാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കും വൈകുന്നേരത്തിനും കണ്ടാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഉച്ചക്ക് വേറൊന്ന് വൈകുന്നേരത്ത് വേറൊന്ന് അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.